1818 മെയ് 5 തെക്കു പടിഞ്ഞാറൻ റൈൻലാൻഡിലെ മോസൽ പുഴയുടെ ഓരത്തുള്ള ട്രിയർ എന്ന ചെറുപട്ടണത്തിലാണ് കാൾ മാർക്സ് ജനിക്കുന്നത്. ഹൈൻറിഷ് ഹെൻറിത്ത ദമ്പതികളുടെ മൂന്നാമത്തെ പുത്രനായിരുന്നു കാൾ മാർക്സ്. അവരുടെ ആദ്യ മകൻ മോറിസ് അവന്റെ 3-ാം വയസ്സിൽ അന്തരിച്ചു. കാളിനേക്കാൾ 2 വയസ്സ് മുതിർന്ന സോഫിയയാണ് രണ്ടാമത്തെ മകൾ. കാളിന്റെ ജനനത്തിനു ശേഷം ഹെൻറിത്ത ഹൈൻറിഷ് ദമ്പതികൾക്ക് 6 കുട്ടികൾ കൂടി പിറന്നു. 8 കുട്ടികൾക്കും സ്നേഹം പങ്കുവെക്കേണ്ടി വന്നെങ്കിലും അച്ഛനും അമ്മയ്ക്കും ഏറെ പ്രിയപ്പെട്ടവൻ കാൾ തന്നെയായിരുന്നു. തൊടുന്നതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന ഭാഗ്യശാലിയായ കുട്ടിയാണ് കാൾ എന്നായിരുന്നു ഹെൻറിത്തയുടെ വിശ്വാസം. മകൻ തന്നെ പോലെ തന്നെ നിയമ പണ്ഡിതനാകുമെന്നായിരുന്നു ഹൈൻറിഷിന്റെ പ്രതീക്ഷ. കാളിന് 12 വയസ്സെത്തിയതോടെ ഹൈൻറിഷ് അവനെ ട്രിയറിലെ ഫെഡറൽ വില്യം ജിംനേഷ്യത്തിലേക്ക് അയച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. കാളിന്റെ സുഹൃത്തുക്കളിൽ ഏറെ പേരും ട്രിയറിലെയും സമീപ പ്രദേശങ്ങളിലെയും ഭൂപ്രഭുക്കന്മാരുടെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും മക്കളായിരുന്നു. രാജ്യത്തെ സാധാരണ തൊഴിലാളികളുടെ മക്കൾ സ്കൂളിൽ അപൂർവമായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന വസ്തുത കാളിനെ അത്ഭുതപ്പെടുത്തി. പള്ളിയുടെ സഹായത്തോടെ ഫെഡറിക് വില്യം ജിംനേഷ്യത്തിലെത്തിയ സാധാരണക്കാരുടെ മക്കൾക്ക് ദൈവശാസ്ത്രം പഠിക്കുന്നതിലായിരുന്നു താൽപര്യം. ദൈവശാസ്ത്രം പഠിച്ച് പൗരോഹിത്യത്തിലേക്ക് കടക്കുന്നതിനും അപ്പുറത്തേക്ക് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. വിദ്യാലയത്തിൽ ട്രിയറിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ നിന്നും പഠിക്കാനെത്തുന്ന സഹപാഠികളുടെ ദൈന്യതകൾ കാൾ മനസ്സിലാക്കി. ഈ നാടിന്റെ രീതികളിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ട്. മണ്ണിൽ അധ്വാനിക്കുന്നവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനായി പള്ളിയുടെ ഔദാര്യം തേടേണ്ടി വരുന്നു. എന്നാൽ ഒരു അധ്വാനവുമില്ലാതെ പ്രഭു മാളികകളിൽ തിന്നു വീർത്ത ശരീരവുമായി കഴിയുന്ന പ്രഭുക്കന്മാർ ഒരിക്കലും അധ്വാനിക്കുന്നത് കണ്ടിട്ടില്ല. എന്നിട്ടും അവർ സമ്പന്നരായി തുടരുന്നു. അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പള്ളിയുടെ സഹായം ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കൗമാരക്കാരനായ കാളിന്റെ മനസ്സിൽ ഉയർന്നുവന്ന ചോദ്യം അവനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ മനുഷ്യ സമൂഹത്തിലേക്ക് ഉത്തരരഹിതമായ വേർതിരിവുകളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോഴും പഠനത്തിൽ കാൾ പിന്നോട്ട് പോയില്ല. 17-ാം വയസ്സിൽ അവൻ മികച്ച രീതിയിൽ സ്കൂൾ പഠനം പൂർത്തിയാക്കി. പിതാവിന്റെ ആഗ്രഹം പോലെ ഒരു നിയമജ്ഞൻ ആവാനുള്ള പഠനമാണ് ഇനി വേണ്ടത് എന്ന് കാൾ തീരുമാനിച്ചു. 1835 പിതാവിന്റെ അനുഗ്രഹ ആശംസകളോടെ കാൾ ബോണിലേക്ക് യാത്രയായി. ട്രിയറിനേക്കാൾ വലിയൊരു നഗരമായിരിക്കും ബോൺ എന്നായിരുന്നു അവന്റെ പ്രതീക്ഷ. അപരിചിതമായ പുതിയ സ്ഥലത്ത് തനിക്ക് ഇണങ്ങിച്ചേരാൻ കഴിയുമോ എന്ന ആശങ്ക കാളിൽ ഉടലെടുത്തു. പക്ഷേ ട്രിയറിനേക്കാൾ വലിപ്പമില്ലാത്ത ബോൺ എന്ന ചെറുനഗരം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാളിനെ നന്നെ ബോധിച്ചു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അരങ്ങേറിയ വിപ്ലവത്തിന്റെ തിരശേഷിപ്പ് പോലെ ബോൺ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ സ്വാതന്ത്ര്യത്തോടുള്ള തീവ്രമായ അഭിഭാജ്യം ഇപ്പോഴും കെടാതെ നിൽക്കുന്നതായി ചാരന്മാർ ഭരണകൂടത്തെ അറിയിച്ചു. ഇതിനിടയിൽ സ്വാതന്ത്ര്യമോഹികളായ വിദ്യാർത്ഥികൾ സമരസജ്ജരാക്കുന്നവരുടെ പട്ടികൾ ട്രിയറിൽ നിന്നും അടുത്തിടെ മാത്രം ബോണിലെത്തിയ ഒരു വിദ്യാർത്ഥിയുടെ പേര് എഴുതി ചേർക്കപ്പെട്ടിരുന്നു. ഭരിക്കുന്നവർക്കെതിരായ സമരങ്ങൾ രൂപപ്പെടാതിരിക്കാൻ ലോകത്തു നിന്നും എന്നേക്കുമായി ഒഴിവാക്കപ്പെടേണ്ടവനാണ് ഇയാളെന്ന് സൂചിപ്പിച്ചുകൊണ്ട് കാൾ മാർക്സ് എന്ന പേരിന് ചുറ്റും ചാരന്മാർ ഒരു ചുവപ്പടയാളം നൽകി. ഒരു ജോലി ലഭിക്കുന്നതിന് നിയമപഠനമാണ് നല്ലതെന്നായിരുന്നു കാളിന്റെ ചിന്ത. പ്രഷ്യയിൽ അക്കാലത്ത് നിർബന്ധിത സൈനിക സേവനമുണ്ടായിരുന്നു. എന്നാൽ ഹൃദയഭാഗത്തുള്ള ഒരു അസുഖം കാരണം കാളിന് ഇതിൽ നിന്നും ഒഴിവാകാൻ സാധിച്ചു. സർവകലാശാല വിദ്യാഭ്യാസ കാലത്ത് കാൾ മദ്യപാനത്തോട് അത്യാസക്തിയുള്ളവനായി കാണപ്പെട്ടു. 1836 ഒക്ടോബറിൽ മാർക്സ് ബെർലിനിൽ എത്തുകയും സർവകലാശാലയുടെ നിയമവൈജ്ഞാനിക ശാഖയിൽ ചേരുകയും മിത്തൽസ്ട്രാഡിൽ ഒരു മുറി വാടകയ്ക്കെടുക്കുകയും ചെയ്തു. നിയമമാണ് പഠിക്കുന്നതെങ്കിലും തത്വചിന്തയിൽ ആകൃഷ്ടനായ അദ്ദേഹം തത്വചിന്തയില്ലാതെ ഒന്നും തന്നെ പൂർത്തീകരിക്കുകയില്ല എന്ന് വിശ്വസിച്ച് രണ്ടും സമ്മിശ്രണം ചെയ്യുന്നതിനുള്ള വഴി തേടി. കാൾ മാർക്സ് തന്നെ സ്വയം സംതൃപ്തനാക്കാൻ ധാരാളം എഴുതുമായിരുന്നു. 1837 മാർക്സ് തന്റെ ആദ്യത്തെ നോവൽ എഴുതി. സ്കോർപ്പിയൻ ആൻഡ് ഫെലിക്സ് എന്നായിരുന്നു നോവലിന്റെ പേര്. 1842 അദ്ദേഹം കൊളോണിലേക്ക് പോയി. ഒരു ജോലിക്ക് വേണ്ടി മാർക്സ് പത്രപ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞു. കൊളോണിലെ റൈനിഷെ സെറ്റിംഗ് എന്ന പത്രസ്ഥാപനത്തിൽ ചേർന്നു. അവിടെ വെച്ച് രാഷ്ട്രീയ ആശയങ്ങൾക്ക് സ്വന്തം നിലയിൽ വ്യാഖ്യാനങ്ങൾ നൽകാൻ തുടങ്ങി. യൂറോപ്യൻ സർക്കാരുകളുടെ പിന്തിരിപ്പൻ നയങ്ങൾ മാർക്സ് അതിനിശിതമായി വിമർശിച്ചു. കൂടാതെ നിലവിലുള്ള സോഷ്യലിസ്റ്റ് ആശയങ്ങൾ കാലഹരണപ്പെട്ടതാണെന്ന് കാൾ മാർക്സ് വാദിച്ചു. കാൾ മാർക്സിന്റെ ആശയങ്ങൾ അടങ്ങുന്ന പത്രം പ്രഷ്യൻ സർക്കാർ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കാൻ തുടങ്ങിയതോടെ ഓരോ ലക്കവും പുറത്തിറങ്ങുന്നതിന് മുൻപ് വളരെയേറെ മുറിച്ചു നീക്കലുകൾ സർക്കാർ നടത്തി തുടങ്ങി. റഷ്യൻ ഭരണാധികാരത്തെ കഠിനമായി വിമർശിച്ച ഒരു ലക്കത്തിന് ശേഷം റഷ്യയിലെ നിക്കോളാസ് രണ്ടാമൻ ഈ പത്രം നിരോധിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 1843 പ്രഷ്യൻ സർക്കാർ ഈ പത്രം നിരോധിച്ചു.
1843 ജൂൺ 19 ക്രൂസ്നാച്ചിലെ പ്രോട്ടസ്റ്റന്റ് പള്ളിയിൽ വെച്ച് കാൾ മാർക്സ് ജെന്നി വോൺ വെസ്റ്റ് ഫാലനെ വിവാഹം കഴിച്ചു. പ്രഷ്യയിലെ ഭരണവർഗ കുടുംബത്തിലെ വിദ്യാസമ്പന്നയായ ഒരു പ്രഭയായിരുന്നു ജെന്നി. കുട്ടിക്കാലം മുതൽക്ക് തന്നെ കാളിനെ അറിയുന്ന ജെന്നിയുടെ കുടുംബത്തിന് കാളുമായുള്ള തന്റെ മകളുടെ വിവാഹം അനുകൂലമായിരുന്നു. കാൾ മാർക്സ് ജെന്നി വോൺ ദമ്പതികൾക്ക് 7 മക്കളുണ്ടായിരുന്നുവെങ്കിലും 3 മക്കൾ മാത്രമാണ് അതിജീവിച്ചത്. പ്രതിഭാശാലിയായ ചിന്തകനായിരിക്കെ തന്നെ ദരിദ്രനായ കുടുംബനാഥനുമായിരുന്നു കാൾ മാർക്സ്. സമത്വത്തിലൂന്നിയ പ്രപഞ്ച വീക്ഷണത്തിനും വർഗസമര ചിന്തകൾക്കും അപ്പുറം കാൾ മാർക്സിന് ഒരു ജീവിതമുണ്ടായിരുന്നു. ദാരിദ്ര്യവും പ്രണയവും രോഗപീഠയും വ്യഥകളും നിറമാടിയ ജീവിതം. 1840കളിൽ യൂറോപ്പിലെ പിന്തിരിപ്പൻ ശക്തികളെല്ലാം ചേർന്ന് തൊഴിലാളി സമരത്തിന്റെ ജ്വാലകൾ അത്രയും കെടുത്തിക്കളഞ്ഞെന്ന് കമ്മ്യൂണിസ്റ്റുകൾ വിശ്വസിച്ചിരുന്നു. കൊളോണിൽ വിപ്ലവകാരികളെ തൂക്കിക്കൊലപ്പെടുത്തിക്കൊണ്ട് യൂറോപ്പിനെ ഗ്രസിച്ച കമ്മ്യൂണിസ്റ്റ് ഭൂതത്തെ ഉച്ചാടനം ചെയ്തതായി ജർമ്മൻ ഭരണകൂടം കരുതി. പക്ഷേ തൊഴിലാളി വർഗം രാഷ്ട്രീയമായും ഉയർത്തെഴുന്നേൽക്കുമെന്ന തന്റെ ചിന്ത വിജയിച്ചിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ സ്ഥാപനം മാർക്സിന്റെ ആത്മവിശ്വാസമുയർത്തി. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ സ്ഥാപിക്കപ്പെടുന്നു എന്ന വാർത്ത ജെന്നിയെയും സന്തോഷിപ്പിച്ചു. നമ്മൾ ഇത്രയും കാലം അനുഭവിച്ച കഠിന യാതനകൾക്ക് ഫലപ്രാപ്തി ഉണ്ടായിരിക്കുന്നു. നമ്മുടെ മേൽ വർഷിക്കപ്പെട്ട അപവാദങ്ങളുടെ കൂമ്പാരം തൊഴിലാളി വർഗ മുന്നേറ്റത്തിൽ പുറത്തു പോവുകയാണ്. ആദ്യ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ കഴിഞ്ഞെത്തിയ മാർക്സിനോട് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ സ്ഥാപനം ഒരു തുടക്കം മാത്രമാണ്. ഇനിയും നമുക്ക് ഏറെ കാലം സഞ്ചരിക്കാനുണ്ട്. മാർക്സ് മറുപടി നൽകി. സെന്റ് മാർട്ടിന്റെ ഹാളിൽ വെച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്റർനാഷണലിന്റെ നേതൃസമിതി 1863 ഒക്ടോബർ 5 സമ്മേളിച്ചു. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ കരട് പരിപാടിയും താൽക്കാലിക ചട്ടങ്ങളും എഴുതി ഉണ്ടാക്കാൻ അവർ ഒരു 3-അംഗ സമിതിയെ ചുമതലപ്പെടുത്തി. ഈ സമിതിയെ നയിക്കേണ്ടത് ഡോക്ടർ കാൾ മാർക്സ് ആകണമെന്ന് നേതൃസമിതിയിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല. കരൾ രോഗം കലശലായതിനാൽ കരട് പരിപാടി നിർണായക സമിതിയിൽ സ്ഥിരമായി പങ്കെടുക്കാനാകാതെ മാർക്സ് കുഴങ്ങി. എങ്കിലും കേവലം 5 ദിവസം കൊണ്ട് അദ്ദേഹം ഇന്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷന്റെ സംഘടനാ രൂപവും തത്വങ്ങളും എഴുതി തയ്യാറാക്കി. തൊഴിലാളി വർഗത്തിന്റെ കരുത്തിലൂടെയാണ് തൊഴിലാളികൾക്ക് മോചനം നേടേണ്ടത്. തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിനു വേണ്ടിയുള്ള പോരാട്ടം വർഗ പദവിക്കോ കുത്തകയ്ക്കോ വേണ്ടിയുള്ള പോരാട്ടമല്ല. എല്ലാ വർഗ ആധിപത്യവും അവസാനിപ്പിച്ച് സമരങ്ങളും കടമകളും സ്ഥാപിക്കാനുള്ള പോരാട്ടമാണ് അസോസിയേഷന്റെ സംഘടനാ ചട്ടങ്ങളുടെ ആമുഖത്തിൽ മാർക്സ് വ്യക്തമാക്കി. ഇന്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷന്റെ സംഘടനാ തത്വങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മാർക്സ് സംസാരിച്ചു. എല്ലാ ഉൽപാദന ഉപാധികളും ജനങ്ങളിൽ നിന്നും തട്ടിയെടുക്കുകയാണ് മർദ്ദക ഭരണകൂടങ്ങളെല്ലാം ചെയ്യുന്നത്. രാജ്യത്തിന്റെ ഉൽപാദന ഉപാധികൾ ജനങ്ങളുടെ ജീവിത മാർഗമാണ്. അത് തട്ടിയെടുത്ത് തൊഴിലാളികളെ സാമ്പത്തികമായും അടിച്ചമർത്തുന്നതാണ് എല്ലാ രൂപത്തിലുള്ള അടിമത്തത്തിന്റെയും രാഷ്ട്രീയ പരിതന്ത്രത്തിന്റെയും അടിസ്ഥാനം മാർക്സ് വ്യക്തമാക്കി. അസോസിയേഷന്റെ സാർവദേശീയ സ്വഭാവത്തെയും സംഘടനാ ചട്ടങ്ങളെയും കുറിച്ച് വിശദമായി സംസാരിച്ച കാൾ മാർക്സ് അല്പനേരം നിശബ്ദനായി. പിന്നെ തനിക്ക് മുന്നിൽ ഇരിക്കുന്ന മനുഷ്യരെ ഒന്ന് മാറി മാറി നോക്കി. തനിക്ക് മുന്നിൽ മുതലാളിത്ത ചൂഷണത്തിന്റെ പ്രതീകങ്ങളായ ലക്ഷക്കണക്കിന് മനുഷ്യർ ചങ്ങലകളിൽ കിടന്ന് പിടയുന്നത് പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ. പൊടുന്നനെ മാർക്സിന്റെ ഘനഗംഭീരമായ ശബ്ദം പുറത്തു വന്നു. നൂറ്റാണ്ടുകളായി അടിമത്വത്തിന്റെ നുകമ്പേറിയിരുന്ന മനുഷ്യന്റെ മോചനത്തിനുള്ള സമരകാഹളം അവിടെ കൂടിയിരുന്ന കമ്മ്യൂണിസ്റ്റുകളെ ആവേശഭരിതരാക്കി. 1870 ജൂലൈ 10 ഫ്രാൻസ് പേർഷ്യക്കെതിരായ യുദ്ധം പ്രഖ്യാപിച്ചു. ഒരു ഭാഗ്യാന്വേഷിയായി ഫ്രാൻസിന്റെ സിംഹാസനത്തിലെത്തിയ നെപ്പോളിയൻ മൂന്നാമനും നിണവും ഇരുമ്പും എന്ന മുദ്രാവാക്യവുമായി ജർമ്മനി ഏകീകരിച്ച ബിസ്മർഗും അതിർത്തി തർക്കം പരിഹരിക്കാൻ കണ്ടെത്തിയ മാർഗമായിരുന്നു ഈ യുദ്ധം. യുദ്ധം തുടങ്ങിയ അന്നു തന്നെ ഫ്രാൻസിലെയും ജർമ്മനിയിലെയും തൊഴിലാളി വർഗം യുദ്ധത്തോട് സ്വീകരിക്കേണ്ട അടവുകളെക്കുറിച്ച് പരസ്യ പ്രഖ്യാപനം കാൾ മാർക്സ് തയ്യാറാക്കി. യുദ്ധം മുതലാളിത്വത്തിന്റെ ആർത്തി അകറ്റാനുള്ള മാർഗം മാത്രമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം. ജർമ്മനിയിലെയും ഫ്രാൻസിലെയും തൊഴിലാളി വർഗം യുദ്ധത്തിനെതിരായി രംഗത്തിറങ്ങണമെന്ന് ആഗ്രഹിച്ച കാളിന് നിരാശയാകേണ്ടി വന്നില്ല. ഇരു രാജ്യങ്ങളിലും യുദ്ധം ചെയ്യാനുള്ള ഭരണകൂടങ്ങളുടെ ആർത്തിക്കെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി. ഇന്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ സമ്മേളനത്തിൽ മാർക്സ് ഉയർത്തിയ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന മുദ്രാവാക്യം അവർ ആവേശത്തോടെ മുഴക്കിക്കൊണ്ടിരുന്നു. എല്ലാ രാജ്യങ്ങളിലെയും തൊഴിലാളികൾ ഞങ്ങളുടെ വർഗ സഹോദരങ്ങളാണ്. എല്ലാ രാജ്യത്തെയും സ്വേച്ഛാധികാരികൾ ഞങ്ങളുടെ ശത്രുക്കളാണ്, തൊഴിലാളികൾ വിളിച്ചു പറഞ്ഞു. ഇതിനിടയിൽ ജർമ്മനിയും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ഫ്രാൻസ് പരാജയപ്പെട്ടു. ഈ സമയം ആയപ്പോഴേക്കും കാൾ മാർക്സിന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമായിരുന്നു. കരൾ രോഗം അദ്ദേഹത്തെ കിടക്കയിൽ തുടരാൻ അനുവദിച്ചു. 1883 മാർച്ച് 14 കാൾ മാർക്സ് തന്റെ 64-ാം വയസ്സിൽ അന്തരിച്ചു. 1883 മാർച്ച് 17 ലണ്ടനിലെ ഹൈഗേറ്റ് സെമിത്തേരിയിൽ പ്രിയ പത്നി ജെന്നിയുടെ ശവകുടീരത്തിനരികിൽ മാർക്സിന്റെ മൃതദേഹം അടക്കം ചെയ്യപ്പെട്ടു.
ഡാർവിൻ ജീവപ്രകൃതിയുടെ വികാസ നിയമങ്ങൾ കണ്ടെത്തിയതുപോലെ മനുഷ്യചരിത്രത്തിന്റെ വികാസ നിയമങ്ങൾ കണ്ടെത്തിയ മാർക്സ് എന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞൻ പിന്നെയും മനുഷ്യചരിത്രത്തിൽ ജീവിച്ചു. അദ്ദേഹത്തെ അനുകൂലിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ മാത്രമായിരുന്നു പിന്നീട് രൂപപ്പെട്ടത്. ആർക്കും അതിനെ അവഗണിക്കാൻ കഴിഞ്ഞില്ലെന്ന് ചുരുക്കം. അദ്ദേഹത്തിന്റെ ചിന്തകൾക്ക് പിന്നിലെ മനുഷ്യമോചനത്തിന്റെ കഥകൾ, ചൂഷണത്തിനെതിരായ ചെറുത്തുനിൽപ്പുകൾ കാലത്തെ അതിജീവിച്ച് മുന്നേറുന്നു. കലയും കാലവും രാഷ്ട്രീയവും ചരിത്രവുമെല്ലാം മാർക്സിയൻ സിദ്ധാന്തത്തിന്റെ ചൂളയിൽ ഇപ്പോഴും സ്ഫുടം ചെയ്യപ്പെടുന്നു. കാലത്തിന് അതീതനായി നിലകൊള്ളുന്നു കാൾ മാർക്സ്.